ഞങ്ങളുടെ കപ്പലിന് അടുത്ത് കെട്ടിയ ഒരു പാസഞ്ചർ ഷിപ്പിന്റെ 3 ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പേ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്കും കൂടെ ഒന്ന് തട്ടിവിട്ടേ. അപ്പോൾ ഈ കപ്പലിന്റെ പേര് സിൽവർ ഡോൺ എന്ന് പറഞ്ഞിട്ടാണ്. സിൽവർ സീ ക്രൂസസ് എന്ന് പറയുന്ന കമ്പനിയുടെ 12 കപ്പലുകളിലെ ഒരു കപ്പലാണ്. അപ്പോൾ ഈ കപ്പലിനെ പറ്റിയുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ടൈറ്റാനിക് കപ്പൽ പാസഞ്ചർ ഷിപ്പ് എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ടൈറ്റാനിക് ഷിപ്പാണ്. അപ്പോൾ ടൈറ്റാനിക് ഷിപ്പിനെക്കാളും വെറും 50 മീറ്റർ മാത്രമാണ് ഇതിന് നീളം കുറവായിട്ടുള്ളത്. അതായത് ഇതിന്റെ നീളം 213 മീറ്റർ ആണ്. ടൈറ്റാനിക് ഷിപ്പ് 269 മീറ്റർ ആണ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റിലോട്ട് പോകാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പാസഞ്ചർ കപ്പൽ എന്ന് പറയുമ്പോഴേ 1000-2000 പേർക്കൊക്കെ കയറാൻ പറ്റും. പക്ഷേ ഈ കപ്പലിൽ അവർ വെറും 596 പാസഞ്ചേഴ്സിനെ മാത്രമേ കയറ്റത്തുള്ളൂ. അതിന്റെ കൂടെ തന്നെ അവർ 496 ജീവനക്കാരും അപ്പോൾ ഈ കപ്പലിലുണ്ട്. അതായത് 496 വർക്കേഴ്സ് അപ്പോൾ ഈ കപ്പലിലുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഓരോ റൂമിലും ഓരോ ജോലിക്കാരെ ഇവർ വെച്ചിട്ടുണ്ടെന്ന് വേണം നമുക്ക് പറയാം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ കപ്പലിലെ ടിക്കറ്റ് പ്രൈസ് ആണ്. അപ്പോൾ അതിനു മുമ്പായി ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ വലിയ സപ്പോർട്ടുകൾ ഞാൻ ചെറിയ ലൈക്കുകളായി പ്രതീക്ഷിക്കുന്നു. ഈ കപ്പലിലെ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 13 ദിവസത്തെ ട്രാവലിനാണ്. 13 ദിവസത്തിന് 8 ലക്ഷം രൂപയാണ് അപ്പോൾ ഇതിലെ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ 8 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്പോൾ ഈ കപ്പലിൽ രാജകീയമായി യാത്ര ചെയ്യാം. പിന്നെ ഈ കപ്പലിനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതായത് 2021 ഉണ്ടാക്കിയ ഒരു കപ്പലാണ്. കപ്പൽ എവിടെ പോയാലും നിങ്ങൾക്ക് ഇന്റർനെറ്റ് കിട്ടും, സ്റ്റാർ ലിങ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കപ്പലിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കപ്പലിനകത്ത് അപ്പോൾ 8 ഡൈനിങ് റെസ്റ്റോറൻറ്റുകളാണുള്ളത്. അത് സത്യമായിട്ട് ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് 8 തരത്തിലായിരിക്കും അപ്പോൾ ഒരു ഫുഡുകൾ അതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കപ്പൽ ഇൻഫർമേഷനുമായി പുതിയ വീഡിയോയുമായി നാളെ വരാം.